സുഹൃത്തുക്കളെ, ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഗീർ വനങ്ങളിലാണ്. ഗീർ വനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യൻ സിംഹങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഏഷ്യൻ സിംഹങ്ങൾക്ക് അപ്പോൾ ഏഷ്യാറ്റിക് ലയൺസ് എന്ന് പറയും. അപ്പോൾ ആഫ്രിക്കൻ ലയൺസും ഏഷ്യാറ്റിക് ലയൺസും ഉണ്ട്. അപ്പോൾ ഏഷ്യൻ ലയൺസ് ഉള്ളത് ഗുജറാത്തിലെ ഗീർ വനങ്ങളിലാണ്. അപ്പോൾ ഗീർ വനങ്ങളിൽ കാണുന്നതിന് വേണ്ടിയിട്ട്, ഗീർ വനം സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ ഏഷ്യൻ സിംഹങ്ങളെ കൂടാതെ മറ്റ് ധാരാളം പക്ഷി മൃഗാദികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇത് ഏഷ്യൻ ലയൺസ് എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചേർഡാണ്. എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലുള്ള ദവാലിയ എന്ന പ്രവിശ്യയിലാണ് ഈ ഗീർ വനങ്ങൾ ഉള്ളത്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി നമ്മുടെ യാത്രയിലെ അംഗങ്ങളായ സുഹൃത്തുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കവാടം. രണ്ട് മനോഹരമായ സിംഹങ്ങൾ അവിടെ ഉണ്ട്. പരസ്പരം മുഖാമുഖം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ വംശനാശ ഭീഷണി നേരിടുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള ഏഷ്യാറ്റിക് ലയൺസ് ആണല്ലോ. ഇതൊക്കെ സഫാരി വെഹിക്കിൾസാണ്. ഇതിനകത്ത് പോയിട്ട് കണ്ടിട്ട് വരുന്ന പരിപാടിയാണ് ഉള്ളത്. അതുകൊണ്ടോ മനോഹരമായ ചിത്രീകരണം പ്രതിമ. വെള്ളം കുടിക്കാൻ എത്തി നിൽക്കുന്ന മൃഗരാജാക്കന്മാർ, ഏഷ്യാറ്റിക് ലയൺസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് ഏഷ്യാറ്റിക് ലയൺസ്. അതിനെ ഗുജറാത്തിലെ ഗീർ വനങ്ങളിൽ സംരക്ഷിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ പേര് ദവാലിയ. ഇത് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറേ അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നടന്നെത്തിയില്ലെങ്കിൽ നമ്മൾ വളരെ പിന്നിലായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യാറ്റിക് ലയൺസിനെ കാണുന്ന ഒരു അവസ്ഥ, ഇതിനെക്കുറിച്ച് മാഡം, ലക്ഷ്മി മാഡം എന്താണ് പറയാനുള്ളത്? പോയി കണ്ടിട്ട് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞത് ശരിയാണ്. അല്ലാതെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. പോയി കണ്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അപ്പോൾ അവയെ കാട്ടിത്തരാനുള്ള ചാരിതാർത്ഥ്യത്തിൽ നമ്മുടെ ടൂർ മാനേജർ മന്ദം നടക്കുന്നു. ഇല്ല, കൊല്ലുകയല്ല, പുകഴ്ത്തുകയാണ്. സിംഹത്തോട് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. സാർ എന്ത് പറയുന്നു സാർ ഇതിനെപ്പറ്റി? ഗംഭീരമല്ലേ? വെങ്കട്ട് സാറാണ്, വെങ്കട്ട് സാർ. അപ്പോൾ വാഹനത്തിനും പാർക്ക് ചെയ്യണം, അതും നമ്മളെ പോലെയാണ്. അപ്പോൾ പാർക്ക് ചെയ്ത് കൊള്ളട്ടെ. അപ്പോൾ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടയിൽ എന്ത് പറയുന്നു ഇതിനെപ്പറ്റി? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അത് ശരിയാണ്, അത് വളരെ നല്ലൊരു പോയിന്റാണ്. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഗീർ വനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീർ വനങ്ങളിലൂടെ അപ്പോൾ രാവിലെ 9:15 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രത്തോളം മൃഗങ്ങളെ കാണാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, നമുക്ക് മുമ്പേ 2-3 വാഹനങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങൾ അവിടെ നിൽക്കുമോ പാഞ്ഞു പോകുമോ എന്നൊന്നും വലിയ ഉറപ്പില്ല. വല്ലതും ഉണ്ടെങ്കിൽ കാണാമെന്ന് മാത്രം. ഇടയ്ക്ക് നീൽഗായ്, നീലക്കാള എന്ന് പറയുന്നത് ഇതിനെ കണ്ടു. പക്ഷേ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ 1-2 പുള്ളിമാനെ കണ്ടു. അത് തന്നെ കണ്ടത്. അപ്പോൾ ഗീർ വനങ്ങളാണ് ഏഷ്യാറ്റിക് ലയൺസ്, ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിച്ചിട്ടുള്ള
ഗിർ വനങ്ങളാണ് ഏഷ്യയിലെ ഈ ഏഷ്യാറ്റിക് ലയൺസിനെ സംരക്ഷിച്ചിട്ടുള്ള ഒരേ ഒരു വനമാണ് ഗുജറാത്തിലെ ഗിർ വനങ്ങൾ. 2 വിഭാഗമാണ് ലയൺസ് സിംഹങ്ങൾ ഉള്ളത്, ആഫ്രിക്കൻ സിംഹങ്ങളും ഏഷ്യൻ സിംഹങ്ങളും. അതിൽ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ ഗിർ വനങ്ങളിലാണ്. ഇത് ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയും. ഇത് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിൽ കെവാഡിയ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഗിർ വനങ്ങൾ. മറുവശത്ത് മാനിനെ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേക്ക് അതിൻ്റെ പാട്ടിന് പോകുമോ എന്നറിയില്ല. അവിടെ ഉണ്ട്, കാണാമോ എന്നറിയത്തില്ല. ഉണ്ട്, സംഭവം മാനുകൾ തന്നെയാണ്. കാണാമോ എന്നറിയത്തില്ല. അതാണ് മാനുകൾ. അപ്പോൾ സിംഹത്തിന് പുറമെ ഇത്തരം ജീവജാലങ്ങളും കാണും. സിംഹം, മാനുകൾ, നീൽഗായ്, പുലി, കാട്ടുപോത്ത്, സകലമാന ജീവികളും ഉണ്ട്. കൂട്ടത്തിൽ സിംഹങ്ങളും ഉണ്ട്. അതിന് ഭക്ഷണം വേണമല്ലോ, ഭക്ഷണം വേണം. ഇതാ ഈ പുല്ലുകളുടെ നിറം ഏകദേശം ഹണി കളേർഡ്, സിംഹത്തിൻ്റെ നിറം തന്നെയാണ്. കാമോഫ്ലാഷ് എന്ന് പറയും. അപ്പോൾ അതിൽ മറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവയെ കണ്ടെത്താൻ കഴിയാൻ അത്ര എളുപ്പമല്ല. അവയ്ക്ക് ഇര തേടാൻ എളുപ്പമായിരിക്കും. അവിടെ എന്തൊക്കെ കണ്ടു എന്ന് പറയുന്നു. ഉണ്ട്, വലിയ മാൻ. മാനിലെ വലിയ കലമാനാണ്. കലമാനല്ലേ, മ്ലാവായിരിക്കണം. മ്ലാവാണ്. മാൻ തന്നെയാണ് മാനിൻ്റെ വലിയ വർഗം, മ്ലാവ് എന്ന് പറയുന്നത്. കല്ലി കലിമാനി. അവിടെ കുറേ കഴുകന്മാർ ഇരിക്കുന്നുണ്ട്. അതിന് വല്ല ശാപ്പാടും കിട്ടി കാണും. അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടുമോ എന്നറിയാൻ വയ്യ. വിജിത്തിൻ്റെ അടുത്തിരിക്കാം, അപ്പോൾ കാര്യങ്ങൾ ശുഭകരമാകും. എത്രത്തോളം കിട്ടണമെന്നറിയാൻ വയ്യ. ഞാൻ മാറാം. ഇപ്പം തന്നെ മാറാം. ഇനി അതിന് താമസമില്ല. കഴുകൻ കൂട് വച്ച് താമസിക്കുന്നു, ഫാമിലി ആയിട്ട് താമസിക്കുന്നു. അവറ്റകൾക്കും ഉണ്ട് ഫാമിലി, നമുക്ക് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചു തരാം. നേരെ കാണുമോ എന്നറിയത്തില്ല. അതിലുണ്ട്, സംഭവമുണ്ട്. കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതാണ് കഴുകന്മാർ. അങ്ങനെ ആകസ്മികമായി വന്നുപെടും. കണ്ടാ കണ്ട് എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന ഗിർ വനങ്ങളിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിനിടയിൽ 2 കൂട്ടുകാരന്മാരുണ്ട്. അവിടെയൊക്കെ കിളികളുണ്ട്. പക്ഷെ അതാ പുല്ലിൻ്റെ നിറം അതായതുകൊണ്ട് നേരെ കാണുന്നില്ല. വേണ്ട ഉറക്കമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. അതെ, ഒരു ആൺസിംഹവും ഒരു പെൺസിംഹവും ഉണ്ട്. ആൺസിംഹം 1-ാം തരം ഉറക്കം, പെൺസിംഹം തലപൊക്കി നോക്കുന്നുണ്ട്. ആൺസിംഹത്തിൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിലടുത്ത് ചെന്ന് നിന്നാലും അത് വല്ലതും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഐശ്വര്യമായിട്ട് അവിടെ കിടക്കുകയാണ്. ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും ഒന്നും ചെയ്യൂല എന്നാണ് പറയുന്നത്. അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കുന്നതിന് തെറ്റില്ല. അതെ, അതാണ് അതിൻ്റെ പ്രശ്നം. ആര് പോകുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില മനുഷ്യനില്ലാത്ത നല്ല ഗുണങ്ങളുണ്ട്. ഒരിക്കൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും ആക്രമിക്കൂല, വെറുതെ ജീവജാലങ്ങളെ കൊല്ലൂല. പക്ഷെ അത് അറിയണമെങ്കിൽ ചേച്ചി പറഞ്ഞാൽ നമുക്ക്
ഒന്ന് ഇറങ്ങി നോക്കണം. അപ്പം നേരെ കാണാം. പക്ഷേ മൊബൈലിൽ കാണുമോ എന്നറിയത്തില്ല. നമുക്ക് നോക്കിയാൽ കാണാം. അല്ല, അപ്പോൾ സുഹൃത്തുക്കളെ, അതാ അവിടെ കിടക്കുന്നു ആശാൻ. ആ ആ അവിടെ കിടക്കുന്നു. അത് ഇതിൻ്റെ മറവിലാണ്. അത് കാണാൻ വയ്യാത്തതല്ല, അവിടെ ഉണ്ട്. അത് പ്രകൃതിയിൽ മറഞ്ഞിരിക്കാൻ അനുയോജ്യമായ പ്രകൃതിയാണ്. അതാണ്. ആ, കണ്ണ് ലേശം തുറന്നു ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഞാനങ്ങനെ മൊത്തം പറ്റേ ഉറങ്ങിയിട്ടില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഉറക്കത്തിൽ പതുക്കെ കണ്ണ് കിമ്പി നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഏഷ്യൻ സിംഹം. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന ഗീർ വനങ്ങൾ ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിൽ കവാഡിയ പ്രവിശ്യയിലാണ് ഗീർ വനങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, തൊട്ടടുത്ത് തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമുണ്ട്. കാരണം അവർക്കറിയാം ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടക്കുകയാണ്. ഇനി കുറേ നേരത്തേക്ക് ഡേഞ്ചർ ഇല്ല. ആ, അവിടെ മാനുകളും നീൽഗായി ഒരു അല്ലേ? നീൽഗായി അല്ലേ? ആര് പറഞ്ഞല്ലെന്ന്? ആണോ? രണ്ട് ജീവികളുണ്ട് അവിടെ. മാൻ മാത്രമല്ല ഉള്ളത്. അതിന്റെ കാര്യമാണ് ചങ്ങാതി പറഞ്ഞത്. ഉടനെ കയറി അങ്ങ് പറഞ്ഞോളൂ അല്ലെന്ന്. ഗുജറാത്തിലെ ഗീർ വനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന ഏക പ്രദേശം ഗുജറാത്തിലെ ഗീർ വനങ്ങൾ. ആഫ്രിക്കൻ സിംഹങ്ങൾ ആഫ്രിക്കയിലാണെങ്കിൽ ഏഷ്യൻ സിംഹങ്ങൾ ഇവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അപ്പോൾ ഗീർ വനങ്ങൾ, ഗുജറാത്തിലെ ഗീർ വനങ്ങൾ ജുനഗഡ് ജില്ലയിലുള്ള കെവാഡിയ എന്ന പ്രദേശത്താണ് ഈ ഗീർ വനങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ജാഗ്വാർ സിംഹങ്ങൾക്ക് പുറമെ ഇങ്ങനെയുള്ള ജീവികളെയും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. എത്രത്തോളം കാണാമെന്നറിയത്തില്ല. രണ്ടെണ്ണമുണ്ട് ജാഗ്വാർ. അതിനെ പ്രത്യേകം സംരക്ഷിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർ അവരെ ശല്യപ്പെടുത്താനും പെടുത്താതിരിക്കാനും അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകമായി ഒരു മതിൽക്കെട്ടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ജാഗ്വാറുകൾ. അപ്പോൾ ജാഗ്വാറാണ്, പുള്ളിപ്പുലിയല്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. ആ ഡിസൈനിൽ വ്യത്യാസമുണ്ട് പുള്ളിപ്പുലിയിലും ജാഗ്വാറും. പിന്നെ ജാഗ്വാർ കുറച്ചുകൂടെ ആരോഗ്യമുള്ള ജീവികളാണ്. ഈ ജാഗ്വാറിന് ബൈറ്റിംഗ് ഫോഴ്സ് കൂടുതലാണ്. അവനൊരു പിടി പിടിച്ചാൽ അവിടെ നിൽക്കും. ഈ മുതലകൾ വരെ ജാഗ്വാറുകൾ പിടിക്കുന്നത് യൂട്യൂബിൽ വീഡിയോകളിൽ കാണാം. ബാക്കി ജീവികൾ മുതലേ കണ്ടാൽ ഓടും, ജാഗ്വാറിനെ കണ്ടാൽ മുതല ഓടും. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഗീർ വനങ്ങളിലെ വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. നല്ല ഉയരത്തിലുള്ള വാച്ച് ടവറാണ്.
ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി കാണാം. ഇതാ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്, കുലുങ്ങുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കണില്ല. എനിക്ക് ഒന്നാമത് ഈ ഉയരത്തോട് ഒരു പ്രശ്നമുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇത് കാണേണ്ട കാഴ്ച ആയതുകൊണ്ട് ഇത് കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഉയരം ഫോബിയ, അതിനെന്തോ ഒരു പേര് പറയും, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ കയറി നിൽക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുന്നു. ബേബി ചേച്ചി, വിജയൻ ചേട്ടൻ. ഇവിടെ നിന്നുള്ള കാഴ്ചയെ പറ്റി എന്ത് പറയുന്നു? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഷേക്ക് ചെയ്യുന്നുണ്ട്, കാറ്റും ഉണ്ട്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാവും. എനിക്ക് ഒരു പ്രശ്നമുള്ളതാണ്. അപ്പം ഞാൻ ഇത്തിരി മാറി നിന്ന് സംഗതിയൊക്കെ എടുത്ത് ഞാൻ അങ്ങ് ഇറങ്ങി പോകും. ഇത് കാറ്റടിക്കുമ്പം കുലുങ്ങുന്നുണ്ടെന്ന് പറയണല്ല, കുലുങ്ങുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഗീർ വനങ്ങളിലെ വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ചയാണ് ഗീർ വനത്തിലെ. വനങ്ങളല്ലല്ലോ, പറയണതൊക്കെ തെറ്റിപ്പോവുകയുള്ളൂ. അപ്പോൾ ഗീർ വനത്തിലെ വാച്ച് ടവറിൽ നിന്നുള്ള അതിമനോഹരവും വിശാലവുമായ കാഴ്ച കാണാം. അപ്പോൾ ഇതിൻ്റെ വിശാലത ഇപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ബോധ്യമാകുന്നത്. അപ്പോൾ അതാണ് വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഗുജറാത്തിലെ ഗീർ വനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗീർ വനങ്ങൾ ഏഷ്യാറ്റിക് ലയൺ, ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ലോകത്തിലെ ഏക സ്ഥലം. എൻഡേഞ്ചേർഡ് സ്പീഷീസ്, വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യാറ്റിക് ലയൺസിനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഏക സ്ഥലമാണ് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലുള്ള കെവാഡിയ എന്ന സ്ഥലത്തുള്ള ഗീർ വനങ്ങൾ. ഇത് 1414 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. അത്ര വിശാലമായ ഒരു ഏരിയയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഈ വനങ്ങളുടെ പ്രത്യേകത, ഇത് ഇലപൊഴിയും വനങ്ങളുടെ വിഭാഗത്തിൽ പെട്ടതാണ്. ഡിസീഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പം ഇലപൊഴിയും വനങ്ങൾ, അതായത് വരണ്ട നിത്യഹരിത വനങ്ങളല്ല, ഇലപൊഴിയും വനങ്ങൾ. ഒരു വരണ്ട പ്രകൃതിയാണ് ഈ പ്രകൃതിയുടെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മുടെ മൃഗരാജന്മാർ രാജകീയ പ്രഭാവത്തോടുകൂടി വിരാജിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗീർ വനങ്ങളുടെ കാഴ്ച. ടവറിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയിരിക്കും. ഓക്കെ.